ഹലോ, നമസ്കാരം. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത്? നമ്മളും അതേട്ടാ സുഖമായിട്ടിരിക്കണം. അപ്പോൾ അതേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ? അപ്പോൾ ഇതേ നമ്മൾ കിച്ചണിലേക്ക് വന്ന് അപ്പോൾ ഇന്ന് മോന് ലഞ്ച് കൊണ്ടുപോകണം, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും വേണം കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതേ നമ്മൾ രാവിലെ തന്നെ കുറച്ച് ജീരകം കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു കൂട്ടാം. എന്നിട്ട് പിന്നെ നമ്മൾ മോന് കൊണ്ടുപോകാനുള്ള ലഞ്ചും അപ്പോൾ ഇന്ന് വെജിറ്റബിൾ കുറുമയും ചപ്പാത്തിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മുന്നേ കാണിച്ചുള്ളതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മോന് ഗോതമ്പൂട്ട് അരിപ്പുട്ടിനായിട്ട് ഇഷ്ടം ഗോതമ്പൂട്ടാട്ടാ. അപ്പോൾ ഇതിലേക്ക് ഒരു റോബസ്റ്റ് പഴം മതി. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളിത് ഒന്ന് ഹോം സെൻറ്ററിലേക്ക് പോയിണ്ടായിരുന്നു, പിന്നെ ഐക്കയിലേക്ക്, അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു 2-3 ദിവസമായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുള്ളതാണ് കേട്ടോ. ഇത് ഒരു ഗാർലിക് പ്രസ്സാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഉപകാരമുള്ളതാണെന്ന് തോന്നി എനിക്ക് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കുനുകുനാ അരിഞ്ഞെടുക്കുമ്പോൾ അത് ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് അങ്ങനെ ഒക്കെ ആകുമ്പോൾ കുറച്ച് ചെറിയതാക്കി അരിഞ്ഞെടുക്കണ്ടേ. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുഞ്ഞതായിട്ട് അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. അതിങ്ങനെ ചതച്ചെടുക്കുന്നതാണ്. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉപകാരം തോന്നിയില്ല, കുഴപ്പമില്ല. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമ്മൾ അരിഞ്ഞെടുക്കാൻ തോന്നും. ഞാനങ്ങനെ ഇടയ്ക്കൊക്കെ എടുത്ത് ഒന്ന് ഉപയോഗിക്കുന്നല്ലാണ്ട് അങ്ങനെ കണ്ട. ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത്. ഇത് ഇങ്ങനെ വെളുത്തുള്ളി വെച്ചിട്ട് നമ്മളങ്ങനെ അതുമ്മ വെച്ചൊന്ന് പ്രസ് ചെയ്ത് അമർത്തിയെടുത്ത് അങ്ങനെ ചതച്ചെടുക്കണ പോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. പക്ഷേ ഈ നമ്മൾ മറ്റേത് ഗാർലിക് പ്രസ് നല്ലതാണ് കേട്ടോ. 2 എണ്ണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല ഉപകാരമുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ കുറച്ച് പാനുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഐക്കയിൽ നിന്ന് വാങ്ങിച്ചുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരെണ്ണം ഞാനിപ്പോൾ വാങ്ങിച്ചത്, ഒരെണ്ണം ഞാൻ മുന്നേ മേടിച്ചുള്ളതാണ്, കുറേ നാളായി. പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കാറുണ്ട്. ഇതുവരെ ഒരു ഒന്നുമില്ല കേട്ടോ. നല്ല ഐക്കയിലത്തെ ഇങ്ങനെ ഇത് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. നല്ല പാനുകളാണ്. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് ഗ്ലാസിൻ്റെ ബൗളുകൾ അങ്ങനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിൽ കുറച്ചെണ്ണം ഉണ്ട്. അപ്പോൾ എല്ലാം നാട്ടിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു 2-3 എണ്ണങ്ങളും കുറച്ചെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. അപ്പോൾ 2-3 എണ്ണം കൂടി നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ കുറച്ച് അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക്, അപ്പോൾ നമ്മൾ ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെയാണ്. നമ്മൾ കുറച്ച് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെക്കാനായിട്ട് കേട്ടോ. പിന്നെ കുറച്ച് കപ്പുകൾ ഗ്ലാസ്സുകൾ ഒക്കെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ ഐക്കയുടെയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒരു 2 തരാന്ന് തോന്നുന്നു ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഐക്കയുടെ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ കുറേ നാളായി വാങ്ങിച്ചുള്ളൊരു ചായപാത്രമാണ് കേട്ടോ. അപ്പോൾ അതും നല്ലതാണ്. അപ്പോൾ പാലൊക്കെ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. മറ്റേ സ്റ്റീലിൻ്റെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു കളറായി വരും. അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഞാൻ ചെറുതാണ് ഇന്നാൾ വാങ്ങിച്ചത്. അപ്പോൾ വലുത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ പോയി നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ. ചെറുത് തന്നെയാണ് വീണ്ടും അവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ ഇത് നമ്മുടെ കാസ്റ്റ് ചെയ്യേണ്ട പാത്രം കേട്ടോ. ഇത് അത്യാവശ്യം വിലയുണ്ട്, നല്ല കനം നല്ല പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി ഇത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇതിപ്പോൾ ഈ കട്ടിംഗ് ബോർഡ് എൻ്റെ കയ്യിലുണ്ട്. ഈ കട്ടിംഗ് ബോർഡ് ഇതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിച്ചതാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കേട്ടോ. പിന്നെ കുറച്ച് കത്രിക അതുപോലെ കയ്യിലുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറാമിക്കിൻ്റെ ഞാൻ തോന്നുന്നു കേട്ടോ.
അപ്പോൾ അല്ല, സിലിക്കോണിൻ്റെ ആണ് ഇത്. അപ്പോൾ ഇതും അത്യാവശ്യം വിലയുള്ളതാണ്, നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുള്ളത് കേട്ടോ, നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മിക്കതും നമ്മൾ പോവാണ്, നാട്ടിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ. ഇനിയിപ്പോൾ നാട്ടിലാണ്. അപ്പോൾ ഇനി നാട്ടിലത്തെ വീഡിയോസ് 1-2 വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടുന്ന്, ബാക്കിയൊക്കെ ഇനി നാട്ടിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പിന്നെ അതേ നമ്മൾ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും ഇങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ മുഴുവനായിട്ട് സാധനങ്ങൾ ഒഴിവാക്കി അതൊക്കെ ഒന്ന് ആയിക്കൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ്. അപ്പോൾ അതേ നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് ഇന്നിപ്പോൾ ഒരു ഉപ്പേരിയും ഒരു ഒഴിച്ചുകറി, കുറച്ച് മോരുകറി ഇരിപ്പുണ്ട് ഒഴിച്ചുകറിയായിട്ട്, പിന്നെ ഒരു ഉപ്പേരി, പിന്നെ മീൻ കുറച്ച് ഇരിപ്പുണ്ട്. ചെറിയ ചാള വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കറിയും ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ പച്ചപ്പയറൊക്കെ അരിഞ്ഞെടുത്ത് കുറച്ച് ഉപ്പിട്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറികളിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഉപ്പിട്ടുള്ള ഒന്ന് വെക്കും കേട്ടോ. എന്നിട്ടാണ് അത് കഴുകിയെടുക്കുക. പിന്നെ അതേ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കാനായിട്ട് കുറച്ച് നാളികേരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നാളികേരപ്പാലിലാണ്. അപ്പോൾ രാവിലെ എടുത്തതിൽ ബാക്കി കുറച്ച് നാളികേരം ചെരുകിയതുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നാളികേരപ്പാലിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളികേരപ്പാൽ ഒരു 2-3-4 പിടി നാളികേരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2 പ്രാവശ്യമായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തു. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി ഒക്കെ ചതച്ചങ്ങോട്ട് ഇടും കേട്ടോ. അപ്പോൾ അതും പിന്നെ ആവശ്യത്തിന് പുളിയും ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് 2-3-4 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലായിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആദ്യമൊന്ന് നമുക്ക് വഴറ്റിയിട്ടും ചെയ്യാം. ഇപ്പം ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ചതച്ചിടാണ് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെയും വെക്കും, അങ്ങനെ വെക്കണത് 2 തരത്തിലും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും കുറച്ചധികം ചതച്ചിട്ടുണ്ട്, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചതച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടു, ആവശ്യത്തിനുള്ള കുടംപുളി ഇട്ടു, ഉപ്പ് ഇട്ടു കേട്ടോ. എന്നിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മീൻകറി നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീൻ ഇട്ടിട്ട് നമ്മളിത് അപ്പുറത്തെ അടുപ്പിലിട്ട് 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൂടെ വെച്ചിട്ട് പിന്നെ ചെറിയ അടുപ്പിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പച്ചപ്പയർ നമ്മൾ ഉപ്പിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടില്ലേ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കടുകിട്ടൊന്ന് പൊട്ടിച്ച് പിന്നെ കുറച്ച് ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലയും ഇട്ട് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട്, മുളക് പൊടി ചതച്ച മുളക്, അപ്പോൾ എൻ്റെ കയ്യിൽ ചതച്ച മുളകില്ല, അപ്പോൾ ഞാൻ മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ടു. അതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പച്ചപ്പയറില്ലേ, ക്ലീൻ ചെയ്ത് വെച്ച പച്ചപ്പയർ അതിലേക്ക് ഇട്ടു. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഞാൻ ഒഴിക്കാറില്ല കേട്ടോ അതിൽ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങോട്ട് അങ്ങനെ വാട്ടിയെടുക്കുക, വലിയിച്ചെടുക്കുക, അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ പച്ചപ്പയറൊക്കെ ഇട്ടു നന്നായി മിക്സ് ചെയ്തു. ഇനി മൂടി വെച്ച് കൊടുത്തു. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മീനൊന്ന് മുളക് പറ്റി ഒന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരിച്ചിരി നാരങ്ങ നീരും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി വേഗം മസാല പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ വറക്കണമെങ്കിൽ ഒരിച്ചിരി വെളിച്ചെണ്ണ കൂടി അതിൽ ഒഴിച്ചിട്ട് മസാല പുരട്ടിയെടുക്കണം നല്ലത് കേട്ടോ. അപ്പോൾ മസാല വേഗം മീനിലോട്ട് പിടിക്കും കേട്ടോ. ഇപ്പോൾ ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇതിൽ. അപ്പോൾ ചെറിയ ചാളയല്ലേ,
അപ്പോൾ നല്ല മീനൊക്കെ ആണെങ്കിലാണ് ഞാൻ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില. ഇപ്പോൾ ചാള നല്ല മീനല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. വലിയ മീനൊക്കെ ആണെങ്കിൽ ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർക്കാം കേട്ടോ. ഇത് കുഞ്ഞിച്ചാളിയല്ലേ, അപ്പോൾ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും നാരങ്ങ ഉപ്പും വെളിച്ചെണ്ണി മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. കുഞ്ഞിച്ചാളി ആയാലും ഇങ്ങനെ വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ മക്കളെന്ന് വെച്ചാൽ ഒരാൾ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ മീൻ. അപ്പോൾ അവന് നല്ല ഇഷ്ടമാണ്, ചേട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് ചെറുചാള കേട്ടോ. അപ്പോൾ അത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എന്തായാലും നമ്മുടെ മീൻ കറിയൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ വറുക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മീനൊക്കെ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മീൻ കറിയും ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിനി കാച്ചിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ പച്ചപ്പയറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു ബൗളിലോട്ട് മാറ്റി. അപ്പോൾ ഓരോന്ന് മാറ്റി അവിടെ നിന്ന് ആ ചീനച്ചട്ടിയൊക്കെ മാറ്റിയിട്ട് വേണം വേറെ ഒന്ന് വയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ പച്ചപ്പയറൊക്കെ എടുത്ത് അതും മൂടി വെച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. മീൻ കറി ഒക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പുറത്തോട്ട് വെച്ച് നമ്മൾ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി അരിഞ്ഞതിട്ട് അതൊന്ന് കാച്ചിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കറികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മീനും കുഞ്ഞിച്ചാളയല്ലേ, അപ്പോൾ അതൊക്കെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ മീൻ കറിയും കാച്ചിയെടുക്കുകയാണ്. ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മോരുകറി ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ നമ്മുടെ ഉച്ചയൂണ് കറികളൊക്കെ റെഡിയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ എന്നിട്ടാണ് നമ്മൾ ഇതേ ഭക്ഷണമൊക്കെ കഴിക്കുക കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ മീൻ കറിയും മീൻ വറുത്തതും മോരുകറിയും ഉപ്പേരിയും, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.